ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന പോലെ ഇറാനിലും ഗാസയിലുമൊക്കെ ഇത്രയേറെ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും നെതന്യാഹു ഇപ്പോൾ പറയുന്ന ഒരു പ്രസ്താവനയെയാണ് ലോകം ഇപ്പോൾ പരിഹസിക്കുന്നത്. ഇത്രയും ആളുകളെ കൊന്നിട്ടും നെതന്യാഹുവിന്റെ പ്രശ്നം തന്റെ മകന്റെ കല്യാണം മാറ്റിവെച്ചതിലാണത്രേ. നെതന്യാഹുവിന്റെ മകൻ അവ്നർ നെതന്യാഹുവും അമിത് യാർദേനിയും എന്ന യുവതിയും തമ്മിലുള്ള വിവാഹമാണ് മാറ്റിവെച്ചത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ വ്യക്തിപരമായി താൻ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടമാണിതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ തരത്തിലുള്ള പരാമർശം ഇസ്രയേലിൽ വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. നാം ഒരു യുദ്ധത്തിന്റെ മധ്യത്തിലാണ്. എല്ലാവർക്കും വ്യക്തിഗത നഷ്ടങ്ങളുണ്ട്. എൻ്റെ കുടുംബവും അതിൽ നിന്നും മുക്തമല്ല. എൻ്റെ മകൻ അവ്നറിന്റെ വിവാഹം മിസൈൽ ഭീഷണി കാരണം വീണ്ടും മാറ്റിവെക്കേണ്ടി വന്നു. അത് അവൻ്റെ വധുവിനും വലിയ നഷ്ടമാണ്. എൻ്റെ ഭാര്യ സാറയും ഈ നിരാശയെ ധീരമായി തന്നെ നേരിടുന്നു എന്നായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ. അവ്നറിന്റെ വിവാഹം നേരത്തെ 2024 നവംബറിൽ നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം മൂലമുണ്ടാകുന്ന സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് 2025 ജൂൺ 16 നിശ്ചയിച്ചിരുന്ന വിവാഹവും ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മാറ്റിവെക്കുകയുണ്ടായി. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ ബന്ദിയായവരെ പൂർണ്ണമായും ഇതുവരെ മോചിപ്പിക്കാത്ത സാഹചര്യത്തിൽ വിവാഹം നടത്താനുള്ള നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി. ഈ സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് വ്യക്തിഗത നഷ്ടമെന്ന പരാമർശവും ഇടയാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രസ്താവന അനുചിതവും തികച്ചും വ്യക്തി കേന്ദ്രീകൃതവുമാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനങ്ങൾ. എൻ്റെ കുടുംബവും ഈ ദുരിതത്തിൽ നിന്നും മുക്തമല്ല. 622 ദിവസമായി എൻ്റെ മകൻ ഗാസയിൽ തടവിലാണ് എന്നായിരുന്നു ഹമാസ് ബന്ദിയാക്കിയ ഒരു യുവാവിന്റെ അമ്മ കുറിച്ചത്. നെതന്യാഹു ഒരു നാർസിസ്റ്റാണ്. വിവാഹം മാറ്റിവെച്ചവരല്ല, ഒരിക്കലും ആഘോഷിക്കാൻ കഴിയാത്ത കുടുംബങ്ങളാണ് യഥാർത്ഥ ദുരന്തം അനുഭവിക്കുന്നത്. സാറയെ ഹീറോ എന്ന് വിളിച്ചതും അനുചിതമാണ് എന്ന് ഡെമോക്രാറ്റ് പാർട്ടിയിൽ നിന്നുള്ള ഗിലാദ് കരി വിമർശിച്ചപ്പോൾ നെതന്യാഹുവിന്റെ വാക്കുകൾ അത്ഭുതപ്പെടുത്തുന്നില്ല. എല്ലാം തന്റെ വീക്ഷണകോണിൽ മാത്രമാണ് അദ്ദേഹം കാണുന്നത് എന്നതായിരുന്നു മാധ്യമപ്രവർത്തകൻ അമീർ ടിബോണിന്റെ പ്രതികരണം. ആയിരക്കണക്കിന് കുട്ടികൾ മരിക്കുമ്പോൾ, കുടുംബങ്ങൾ തകരുമ്പോൾ വിവാഹം മാറ്റിവെക്കലിനെ നഷ്ടം എന്ന് വിളിക്കുന്നത് അപഹാസ്യമാണെന്നുള്ള തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലും ശക്തമാണ്. ജൂൺ 13 ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേര് നൽകി ഇസ്രയേൽ ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടുകൂടിയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇറാനും ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിച്ചിരുന്നു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രയേലിൽ ഭീതി വിതച്ചു. സംഘർഷത്തിൽ മേൽക്കൈ നേടുന്നത് ഇസ്രയേൽ തന്നെയാണെങ്കിലും ഗാസയിലെ ഹമാദ് ബന്ദി പ്രശ്നവുമായി ചേർന്ന് ഈ യുദ്ധവും രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇറാൻ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രയേലിന്റെ തെക്കൻ നഗരങ്ങളിൽ, പ്രത്യേകിച്ച് സൊറോക്ക ആശുപത്രിയിലടക്കം വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. 24 ഇസ്രയേൽ പൗരന്മാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാനിൽ 263 പൗരന്മാർ ഉൾപ്പെടെ 657-ലധികം പേർ മരിച്ചതായി മനുഷ്യാവകാശ സംഘടനകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇപ്പോഴും സംഘർഷം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഒരു രാജ്യത്തിന്റെ തലവൻ ഒരു സിറ്റുവേഷനിലും സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണിവ. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഒരു രാജ്യത്തിന്റെ പ്രധാന വ്യക്തിയിൽ നിന്നും ഉണ്ടാവുന്നത് കഷ്ടം തന്നെയാണ്. യുദ്ധത്തിലുടനീളം ഈ ഒരു സ്വാർത്ഥത തന്നെയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്.